കഴിഞ്ഞ വർഷം ബോക്സ് ഓഫീസിൽ തിളങ്ങിയ താരങ്ങൾക്കെല്ലാം കൂട്ടത്തോടെ അടിതെറ്റിയ വർഷമായിരുന്നു 2025 കണക്കാക്കുന്നത്. പല വമ്പൻ സിനിമകളും ബഡ്ജറ്റ് പോലും തിരിച്ചുപിടിക്കാനാകാതെ ബോക്സ് ഓഫീസിൽ തകർത്തെറിഞ്ഞത്. ആ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലത്തെ എൻട്രിയായി മാറിയിരിക്കുകയാണ് പൃഥ്വിരാജ് നായകനായ വിലായത്ത് ബുദ്ധ. 3 വർഷത്തോളം നീണ്ടുനിന്ന ഷൂട്ടിങ്ങിനൊടുവിൽ കഴിഞ്ഞ ആഴ്ചയാണ് ചിത്രം തിയേറ്ററിലെത്തിയത്. 40 കോടിയോളം ബജറ്റിലൊതുക്കിയ ചിത്രം ഇതുവരെ പകുതി ബജറ്റ് പോലും ബോക്സ് ഓഫീസിൽ നിന്ന് തിരിച്ചുപിടിച്ചിട്ടില്ല. റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ 10 കോടിക്ക് താഴെ മാത്രമാണ് വിലായത് ബുദ്ധയുടെ കളക്ഷൻ. സമ്മിശ്ര പ്രതികരണം സ്വന്തമാക്കിയ ചിത്രം പ്രൊമോഷൻ കുറവായതിനാലാണ് പ്രേക്ഷകരിലേക്ക് എത്താതെ എന്ന കണക്കുകൂട്ടൽ. കഴിഞ്ഞ വർഷം 150 കോടി നേടിയ ഒരു ചിത്രം 90 കോടി നേടിയ മറ്റൊരു ചിത്രവും പൃഥ്വിയുടെ പേരിലുണ്ടായിരുന്നു. ഈ വർഷം സംവിധായക വേഷത്തിന് കഴിഞ്ഞ് എമ്പുരാൻ വമ്പൻ കളക്ഷൻ സ്വന്തമാക്കിയത് മാറ്റി നിർത്തിയാൽ പൃഥ്വിയെ സംബന്ധിച്ചോളം നിരാശയാണ്. നേരിട്ട് OTTയിലെത്തിയ ബോളിവുഡ് ചിത്രം സർമീൻ റോൾ മെറ്റീരിയലായി മാത്രം മാറി. ഇപ്പോഴിതാ വിലായത്ത് ബുദ്ധയും പരാജയത്തിലേക്ക് കുതിക്കുകയാണ്. എന്നാൽ പൃഥ്വിയുടെ വരാനിരിക്കുന്ന പ്രോജക്റ്റുകളെല്ലാം പ്രതീക്ഷ നൽകുന്നതാണ്. നിസാം ബഷീർ ഒരുക്കുന്ന ഐ ആം നോബഡി, വൈശാഖിന്റെ ഖലീഫ എന്നിവയും രാജമൗലിയുടെ വാരണാസിയും പൃഥ്വിയുടെ റേഞ്ച് വ്യക്തമാക്കുന്ന ഉറപ്പാണ്. എന്നാൽ പൃഥ്വിരാജ് മാത്രമല്ല, മലയാളത്തിൽ പല ബ്രാൻഡുകളും ഈ വർഷം നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പാൻ ഇന്ത്യൻ സെൻസേഷനായ ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ഓടും കുതിര ചാടും കുതിര ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. 30 കോടിക്ക് ഒരുക്കിയ ചിത്രം വെറും 4 കോടി മാത്രമാണ് തിയേറ്ററിൽ നിന്ന് നേടിയത്. ഓരോ സിനിമയും മിനിമം ഗ്യാരണ്ടി വെച്ച് പുലർത്തിയ വിനീത് ശ്രീനിവാസനും ഇക്കുറി തെറ്റി. സുഹൃത്തായ നോബിന്റെ സ്ക്രിപ്റ്റിൽ അയാളെ നായകനാക്കി ഒരുക്കിയ കരവും ഇൻഡസ്ട്രിയിലെ വമ്പൻ പരാജയങ്ങളിൽ ഒന്നായി മാറി. 25 കോടിയോളം ബജറ്റിലെത്തിയ കരം 2 കോടി പോലും നേടാതെ മടങ്ങിയത്. ഈ വർഷം പല താരങ്ങളും നിരാശപ്പെടുത്തിയെങ്കിലും വരും പ്രോജക്റ്റുകൾ ഇവരെയെല്ലാം തിരിച്ചുവരവ് കാണാനാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു.